ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം അഭിമാനം കൊള്ളണം. അത് കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമുക്ക് തന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗീയ പൗരത്വം കർത്താവേ, ഞങ്ങളുടെ ആവശ്യപ്രകാരമല്ല കർത്താവേ, സൗജന്യം ദാനമായി നൽകുന്നതിനോട് സ്തോത്രം കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഫിലിപ്പി ലേഖനം അങ്ങോട്ട് ചെല്ലുന്തോറും ഭയങ്കര ഹൃദ്യമായ അഭിഷേകമാണ് വരാൻ വേണ്ടി. ഇനി 3:10 നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 3:10. അത് അവനെയും, ആരാണ്? ഈശോനെയും അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അത് അവനെയും. ഏതാ? നമ്മുടെ വേദന, കഷ്ടപ്പാട്, ദുരിതം, നമ്മുടെ അപമാനം എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോഴേ, നമ്മൾ നീതീകരിക്കപ്പെടുമ്പോഴേ, അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും. അതാണ് പ്രശ്നം. കണ്ട, ഈ ക്ലേശം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇത് ഞാൻ സമർപ്പിക്കണത് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഈ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലാണെന്ന് പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണ് എപ്പോഴും സ്വർഗത്തിലായിരിക്കും. വിശ്വാസത്തിൻ്റെ കണ്ണ് എന്ത് സംഭവിച്ചാലും, പൗലോസ് 10 യോഹന്നാൻ പറഞ്ഞ പോലെ, സംഭവിച്ചാലും എല്ലാം അവൻ മൂലമായിരിക്കും. അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മൾ 1 യോഹന്നാൻ 1:3 വായിച്ചില്ലേ? അതുപോലെ ഇവിടെ അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ പൗലോസ് പറയണത്? അതായത് എന്ത് സംഭവിച്ചാലും ആ സംഭവിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയ ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് അത് അന്ന് അനുഭവിച്ച് നോക്കണം. അത്രയ്ക്ക് സുന്ദരമാണിത്. അതായത് ഞാൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടി ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് എൻ്റെ സഹനമെന്നാണ് ഈ പറയണത്. അതിമനോഹരമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. 3:10 അവസാനം വരുമ്പോൾ കലക്കും. നോക്കിയേ, 3:10. അത് അവനെയും, അതായത് നമ്മുടെ സഹനം, അത് അവനെയും ഏറ്റു പറഞ്ഞേ, അതവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താദാമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അതാണ് സഹനം. എന്തിനാണ്? അവന്റെ മരണത്തോട് അവൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ. കർത്താവ് നമുക്കൊരു ക്ഷണമാണത്. എവരി പെയിൻ, എല്ലാ വേദനകളും ഒരു വിളിയാണ്, ദൈവവിളിയാണ്. എല്ലാ വേദനകളും ഇഫ് യു ടേക്ക് ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമത്തെ എടുത്താൽ വേദനയെല്ലാം ദൈവവിളിയാണ്. അതാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും വിളിച്ചിരിക്കണത് എങ്ങോട്ടാണ്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലേക്കാണ്. അതിൻ്റെ ശക്തി അറിയാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിലെ നീ അശക്തമാകുമ്പോൾ, ബലഹീനമാകുമ്പോൾ, രോഗം പിടിക്കുമ്പോൾ, പനി പിടിക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ, നിനക്ക് പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ നീ വിഷമിക്കരുത്. ഇതൊരു ദൈവവിളിയാണ്. അത് നീ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നീ അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കണത്? അത് അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും. ഫിലിപ്പിയർ 3:10. പിന്നെ അവൻ്റെ മരണത്തോട് താദാമ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവെന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ ഉയർപ്പിന് വേണ്ടിയാണ് എനിക്ക് സഹനം ലഭിച്ചിരിക്കണതെന്ന്. എൻ്റെ നിത്യതയ്ക്ക്, അപ്പോൾ നിത്യതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശ്വാസി ഒരു വേദനയെ
സമീപിക്കുന്നത്. 12 വരുമ്പോൾ, ഫിലിപ്പിയർ 3:12 വരുമ്പോൾ, ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ, അതാ നിത്യത, നിത്യരക്ഷ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. ഇത് ഞാൻ ഈ ചങ്ങലെ കടന്നുകൊണ്ട് ഇത് സ്വന്തമാക്കാൻ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കില്ലേ, അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ വേദനയെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വേദനകളെ പുനരുത്ഥാനത്തിലെ പങ്കിലേക്കുള്ള സ്വർഗീയ വിരുന്ന്, സ്വർഗീയ ജെറുസലേമിൽ നടക്കുന്ന സ്വർഗീയ വിരുന്നിലേക്കുള്ള രക്ഷയിലേക്കുള്ള ക്ഷണക്കത്തായി വേദനയെ കാണുവാൻ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ഇതുവഴി ഒരു സംഭവം നടക്കും. അതാ പൗലോസ് പറഞ്ഞു. അതായത് നമ്മുടെ വിലങ്ങ്, വേദന, അപമാനം, സങ്കടം, ഇതുവഴി ഒരു സംഭവം നടക്കും, മഹാസംഭവം നടക്കും. എന്താണെന്നറിയാവോ? നമ്മൾ നമ്മുടെ വേദന, നമ്മുടെ വിഷമതകളെ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹിമയിൽ പങ്കുകാരാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെക്കുമ്പോൾ, ആ ഒറ്റ കാഴ്ചവെപ്പ് കൊണ്ട് തന്നെ പൗലോസ് പറയും, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ബൈബിളിലെ അതിമനോഹരമായ വാക്കുകളൊന്നാണ് സ്വന്തമാക്കുക. നിങ്ങൾക്ക് ഇത്തിരി നാളും മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടില്ല അത്. ഇങ്ങനെയും കർത്താവ് നമ്മളെ സ്വന്തമാക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെയാണിത് വായിച്ചത്. ഈ ഭാഗം കാര്യം വെളുപ്പിന് കിടന്നപ്പോൾ രണ്ടാമത് പ്രാർത്ഥന ചൊല്ലി 2 മണിക്കൊരു പ്രാർത്ഥനയുണ്ട് രാത്രി. ആ 2 മണിക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നപ്പോൾ രാവിലെ തോന്നി ഫിലിപ്പിയ ലേഖനം വായിക്കണം ഒന്നുകൂടിയെന്ന്. അപ്പോൾ അത് റീഡ് ചെയ്ത് എൻ്റെ ഫലമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ, അതായത് നമ്മൾക്ക് കർത്താവിൻ്റെ സഹനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുക മാത്രമല്ല, നമ്മുടെ വേദന നമ്മളെ കർത്താവിൻ്റെ സ്വന്തമാക്കും. അത് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പൗലോസിനെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു, അതാണ് 3:12 പറയണത്. എന്താണ്? ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ക്രിസ്തു എന്നെ. അപ്പോൾ ഇപ്പോൾ വേദനിക്കണവരൊക്കെ ഒന്ന് ഓർത്തേക്കണേ, ക്രിസ്തു നിങ്ങളെ സ്വന്തമാക്കിയിരിക്കണമെന്ന്. മനസ്സിലായില്ല? വേദനിക്കുന്നവരെല്ലാവരും ഉണ്ടല്ലോ, ഓരോരോ തരത്തിൽ വേദനയായിട്ടൊരു കാലത്തിലൂടെ പോകുകയല്ലേ. അപ്പം ചിന്തിക്കണം, എന്താണ് ഇതുവഴി നീ വിശ്വാസിയാണ്, കർത്താവിൻ്റെ നാമത്തിലാണ് ഏൽപ്പിച്ചതെങ്കിൽ അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നു, പുനരുത്ഥാനത്തിൻ്റെ ഷെയർ കിട്ടുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തു നിന്നെ സ്വന്തമാക്കണം എന്തിനാണ്? അവൻ്റെ പുനരുദ്ധാനത്തിന് പങ്ക് തരാൻ വേണ്ടിയാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ, ഹല്ലേലൂയ. എന്നെ നിത്യതയോടനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. നിന്നെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. കർത്താവ് നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. ഓരോ രോഗിയും, ഓരോ വേദനക്കാരനും വേദനക്കാരിയും, ഓരോ സങ്കടക്കാരിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപരി കർത്താവിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. കാര്യം കർത്താവ് നമ്മളെ സ്വന്തമാക്കുന്നത് നിത്യത ഓഹരിയാക്കാൻ വേണ്ടിയും പുനരുത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ സ്വന്തമാക്കുന്നത്.
പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിലൂടെ എന്നെ അങ്ങയുടെ സ്വന്തമാക്കിയ വലിയ സുവിശേഷ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇണങ്ങി സ്തുതിക്കുന്ന എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെസ്സി രാജു, നരികുളം, എടവനക്കാട്. ഞാനൊരു അധ്യാപികയാണ്. 26 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മതാധ്യാപികയുമാണ്. അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സുമാണ്. നെടുങ്ങാട് സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് അധ്യാപികയായിട്ടുള്ളത്. 2023 മെയ്യിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള സമയങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് അമേരിക്കയിലായിരുന്നു. ഞാനിവിടെ അധ്യാപികയായും അമ്മച്ചിയും അതേപോലെ 2 മക്കളുമായിട്ട് സുഖമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സമയം. പെട്ടെന്നാണ് ഹസ്ബൻഡ് അമേരിക്കയിൽ നിന്ന് വരികയും അദ്ദേഹത്തിന് 3 സർജറി, തലയുടെ 3 സർജറി കഴിയുകയും 8 മാസത്തോളം കോമ സ്റ്റേജിലാവുകയും അതേപോലെ അമ്മച്ചിയുടെ മരണം. ആ സമയം തന്നെ ഹസ്ബൻഡ് ഒരു വിസ ഇതിൽപ്പെട്ട് കുറച്ച് പൈസ അധികം 14 ലക്ഷം രൂപയോളം പോവുകയും ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് മാറേണ്ട അവസ്ഥയും എല്ലാം വന്നത് ഞങ്ങൾ സുഖകരമായി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറ്റി. ആ സമയങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തത് ഇത് കടുത്ത രൂക്ഷമായ സമയത്തിലാണ്. 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു. ആ ഏരിയയിലൊക്കെ ഇത്രയും സാലറി മേടിക്കുന്ന ഒരു കുടുംബം ഇല്ല. 2-2.5 ലക്ഷം രൂപ മാസമൊക്കെ കിട്ടിയിട്ട് അത്രയും നന്നായിട്ട് ജീവിച്ചു പോണ ഞങ്ങളെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള ആ ഒരിത് ആദ്യം തന്നെ ഒടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു 4 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം വരുവാണ്. നമ്മൾ ആ ഒരു ഹൈ ലെവൽ ജീവിതത്തിൽ നിൽക്കണതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ വേഗം തന്നെ ഞാൻ ആരാധനയിൽ എന്നും ഞാൻ ആരാധന കൂടുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും ആരാധന കൂടും. ഇതുവരെ മുടക്കിയിട്ടില്ല. ആരാധന എപ്പോൾ കൂടുന്നോ അന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ടോ അതെല്ലാം നടന്നിരിക്കും. അതെൻ്റെ ഒരു സാക്ഷ്യമാണ്. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും ഞാനത് പറയാറുണ്ട്. അതേപോലെ അന്ന് ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ഉൾവിളി പോലെ പറയുവാണ്, നീ ആരോടും ചോദിക്കേണ്ട, നിൻ്റെ വീട്ടിൽ വേലയ്ക്ക് മുമ്പ് നിന്നിരുന്ന ഒരാളുണ്ട്, അവരെ സഹായിച്ചിരുന്ന ഒരു സ്ത്രീയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് തന്നെ അവരെ സഹായിച്ചിരുന്നത്. അപ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞ് ഞാനങ്ങനെ അവരുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുവാണ്. അങ്ങനെ ഞാൻ അവരെ വിളിക്കുമ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമാണ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പറയുവാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആളല്ല ഞാൻ, ആ ആളേ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, നിങ്ങളോട് ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, എന്തായാലും നിങ്ങളെന്നെ വിളിച്ചതല്ലേ, കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 4 ലക്ഷം രൂപ എനിക്ക് നാളെ ആവശ്യമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഓക്കെ, എന്നെ അന്വേഷിക്കുകയും വേണ്ട, എന്നെ വിളിക്കുകയും വേണ്ട, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനയിലാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ അവരറിഞ്ഞെന്നോ ആരാണ് അവരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ഏകദേശം 11 മണിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പിറ്റേ ദിവസം അടയ്ക്കേണ്ട 1 ലക്ഷം രൂപ സഹിതം 5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുവാണ്. ഞാൻ അപ്പോൾ തന്നെ പള്ളിയുടെ സ്കൂളാണ്, പള്ളിയിൽ മാതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ്. വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ആരെന്നോ എന്തെന്നോ എനിക്കിപ്പോൾ പോലും അറിയാത്ത ഒരാൾ അന്ന് എന്നെ സഹായിക്കുവാണ്.
മനുഷ്യത്വപരമായിട്ട് ജീവിക്കുന്ന ഞാനിപ്പോൾ ഒരുപാട് പേരെ കാണുന്നതായതുകൊണ്ട് എനിക്കറിയാം അതിൽ എത്ര പേര് എങ്ങനെയുണ്ട്, ആരാണ് ശരി ആരാണ് തെറ്റ്, അതൊക്കെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഈ ഉടമ്പടിയിലൂടെയാണ് ലഭിച്ചത്. എല്ലാവരും ആരാണെന്ന് പഠിപ്പിച്ചു തന്ന് ഓരോ നിമിഷവും എൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മാതാവിനോട് ഞാൻ പറയും, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാനെല്ലാം നാണം കെടണേട്ട മാതാവിയെന്നേ പറയാറുള്ളൂ. രണ്ടാമത്തെ ഒരു അനുഭവം അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ള ഇതിൽ മാഞ്ഞാലി മെഡിക്കൽ കോളേജിൽ ഒരു സിസ്റ്റ് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ക്യാൻസർ ആണെന്ന് തന്നെ പറഞ്ഞ് കുറേ മാസത്തോളം ചികിത്സയും നടത്തി. അത് കഴിഞ്ഞ് വേറെയും 2 ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഭയങ്കര വീട് മൊത്തം നിരാശയിലായി. പക്ഷേ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ 3-4 മാസങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചാൽ വരുന്ന ഒരു സിസ്റ്റാണത്. അങ്ങനെ ഒരു രോഗമേ ഇല്ല. ഇന്ന് അമ്മ നല്ല മിടുക്കത്തിയായിട്ട് സന്തോഷവതിയായിട്ട് ഇരിക്കുന്നു. അത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്ത് സുഖപ്പെടുത്തിയതാണ്, എൻ്റെ മാതാവ് സുഖപ്പെടുത്തിയതാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തൊരു അനുഭവം, കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സമയം ഇവിടെ വന്ന് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്, മകന് 27 വയസ്സേ ആയിട്ടുള്ളൂ, എന്നാൽ അവന് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു BSc നഴ്സിനെ എനിക്ക് തന്നെ, ഒരു പെൺകുട്ടീനെ തന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അതിൽ അത്ഭുതം അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛന് ഞാനിവിടെ എത്തണേക്ക് 5 മിനിറ്റ് മുമ്പ് ആ കുട്ടിയുടെ ഫോട്ടോ എൻ്റെ മൊബൈലിൽ വന്നത്. അങ്ങനെ ഞാനിവിടെ പ്രാർത്ഥിക്കുന്ന അച്ഛനെ ഞാനത് കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിലും ചെന്ന് അച്ഛനെ കാണിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞു ഇത് നടക്കുമെന്ന്. 1 മാസം കൊണ്ട് തന്നെ ആ വിവാഹം വളരെ നല്ല രീതിയിൽ നടന്നു. മക്കൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അതേപോലെ എൻ്റെ ഇളയ മകന് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. ഞാൻ എന്നും അവന് കൃപാസന തൈലം പൂശി പ്രാർത്ഥിക്കും. അവനും 2 മക്കളും നല്ല പ്രാർത്ഥനയിലാണ്. അപ്പോൾ അവനും സൗഖ്യം ലഭിച്ചു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ നടന്നൊരു കാര്യം, അത് ഞാൻ പറയും, സാക്ഷ്യം പറയുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ മാസവും ഒരുപാട് പൈസകൾക്ക് ആവശ്യം വരുന്ന കാലഘട്ടവും ഒരുപാട് പ്രശ്നങ്ങളിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഒരു ചിട്ടിയുടെ സ്ഥലത്ത് ഒരു 2.5 ലക്ഷം രൂപ അത്ര പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലണത്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ രൂപ എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിൽ കൂടുതൽ ആവശ്യങ്ങളുണ്ട്. മാതാവിനെ ഇങ്ങനെ എടുത്ത് പിടിച്ച് ഞാൻ അവിടെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. 10-35 പേര് വന്ന് നിരന്നിരിക്കുന്നുണ്ട്. അപ്പം അവരെല്ലാവരും വിളിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമ്പോൾ ഫസ്റ്റ് നറുക്ക് വിളിക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ തമാശ എന്നോണം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ തരുവാണെങ്കിൽ നാളെ ഇത് സാക്ഷ്യമായിരിക്കും കേട്ടോ മാതാവേ എന്ന് പറഞ്ഞ് ഞാനവിടെ വെറുതെ ചിരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ നമ്പർ 176 നറുക്കിൽ 9.5 ലക്ഷം രൂപ ഇന്നലെ എൻ്റെ ഇതിൽ. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ. അപ്പം ഞാൻ എൻ്റെ കൈ തുറന്ന് മാതാവിനെ കാണിച്ച് ആ 35 പേരും മാതാവിനെ കണ്ടെന്നുള്ളതാണ്. എനിക്കും അങ്ങനെയൊക്കെ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പോഴും അതെങ്ങനെ സംഭവിച്ചു. പക്ഷേ ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ ഓരോ നിമിഷങ്ങളിലും ആദ്യം തന്നെ കൊമ്പൊടിച്ച് നിലത്തിട്ടിട്ട് പിന്നെ 1 by 1 ആയിട്ട് പൊക്കി എടുത്ത് ഓരോ നിമിഷവും ഒരു സങ്കടവും വരുത്താനായിട്ട് സമ്മതിക്കൂല. അതേപോലെ എൻ്റെ കൂടെ നടക്കുവാണ്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇളയ മോൻ ഫിറ്റ്നസിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങുവാണ്. അപ്പം അവന് ഇഷ്ടപ്പെട്ട ആ സ്ഥലം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാതാവ് ഇരിക്കണം ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം മെയ്യിൽ അതിൻ്റെ ഓപ്പണിംഗ് ആണ്. എപ്പോഴും എനിക്ക് മാതാവോടെ ഇരിക്കണ കാണാം. എനിക്ക് വിഷമം വരുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാവേ തലയിലൊന്ന് തലോടണേന്ന്. ആ തലോടൽ ഞാൻ എപ്പോഴും അനുഭവിക്കുന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഞാനിവിടെ കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അയാളുടെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളമായി. മുസ്ലിം സഹോദരനാണ്. അതേപോലെ അയാൾക്കൊരു മകനുണ്ടായിരുന്നു. അവനും ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പം 4 വർഷമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ആളെ ഏറ്റെടുത്ത് എല്ലാ നേരവും ഫുഡ് കൊടുക്കുകയും എല്ലാ സഹായങ്ങളും ഒക്കെ ആൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിൽ പോകലും പിന്നെ അടുത്ത പാവങ്ങളുടെ വീടുകൾ ഏതാണെന്ന് അന്വേഷിച്ച് നമുക്ക് പറ്റുന്ന പോലെ
അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ പത്രമൊക്കെ ഞാൻ നടന്ന് കൊണ്ടുനടന്ന് ഓരോ കടകളിലൊക്കെ കൊടുക്കും. കടക്കാരൊക്കെ നോക്കി എന്നെ ചിരിക്കും. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ചിലർ മേടിക്കൂല, അപ്പം ഞാൻ പറയും ഓക്കെ വേണ്ട. പക്ഷേ ചിലർ വളരെ സ്നേഹത്തിൽ അതെല്ലാം മേടിക്കാറുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. ഞാൻ പ്രതികരിക്കും. എനിക്കിഷ്ടപ്പെടാത്ത കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേ എനിക്ക് തോന്നണേ ഞാൻ ഒരുപാട് താഴ്ന്നാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. ഞാനൊരു പുഴുവാണെന്നുള്ള ഒരു മട്ടിലായി ഞാൻ. ശരിക്കും പ്രാർത്ഥന കൊണ്ടായിരിക്കണം എല്ലാവരോടും ഞാനിപ്പോൾ അങ്ങനെ നിൽക്കണം. ഒരിക്കൽ പോലും ഒരാളുടെ മുകളിലായിട്ട് നിന്നുള്ള സംസാരമില്ല. എന്നെ കുത്തിക്കൊല്ലാൻ വന്നവരെ പോലും അതേപോലെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളോടൊക്കെ എന്നോട് എതിർത്ത് ചിരിച്ചാണെങ്കിലും കുത്തിക്കൊല്ലുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ എനിക്കറിയാം. എന്നാൽ പോലും അവരോടൊക്കെ ഞാൻ വളരെ സ്നേഹത്തിലാണ്. ആ ഒരു സ്നേഹവും കരുണയൊക്കെ തുടങ്ങിയത് ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ്. എല്ലാ ദിവസവും കൃപാസന തൈലം പുരട്ടി കഴിയുമ്പോൾ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി പിന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും 1000 നന്ദി. എൻ്റെ മാതാവിന് 1000 നന്ദി. മാതാവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. മാതാവിനോട് അപേക്ഷിച്ച് എല്ലാം നടക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ എൻ്റെ ഈ കാര്യങ്ങളിലൂടെ നിങ്ങളെ അറിയിക്കുന്നു. കൃപാസനം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജോബി, കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും വരുന്നു. ഞാൻ മണിപ്പാൽ സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ 6 തീയതി 2023 ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ എനിക്ക് 3 കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയുണ്ടായിരുന്നു. ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെ ജോലിയെക്കുറിച്ചാണ്. മാംഗ്ലൂർ KMCയിൽ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിനിക്കൽ സൂപ്പർവൈസറായിട്ടാണ് എൻ്റെ മകൾക്ക് ജോലി ലഭിച്ചത്. എൻ്റെ മകൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 3 മാസമായിട്ടും ഒരു ഇൻഫർമേഷനും കിട്ടാതെയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വൈകിട്ട് 4 മണിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു, അപ്പോയിൻമെൻറ്റ് ഓർഡർ, 15 ദിവസത്തിനകം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ്. ഇത് മാതാവിൻ്റെ വലിയ ഒരു അനുഗ്രഹമായിട്ട് കോടാനുകോടി നന്ദി പറയുകയാണ്. ഇത് മകൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, ആഗ്രഹിച്ച ജോലി. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഈ ജോലി ലഭിച്ചതോടൊപ്പം തന്നെ 28 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ പോകാനായിട്ട്. അടുത്തൊരു പള്ളിയില്ല. 3 ബസ്സുകൾ കയറി ഇറങ്ങി പോയാലാണ് ഒരു മലയാളം കുർബാന കാണാൻ കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം പോകാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ കൊങ്കിടി കുർബാന കാണും. ചുമ്മാ പോയി ഒന്നും മനസ്സിലാക്കുകയില്ല. അങ്ങനെയാണ് കുർബാന കണ്ടുകൊണ്ടിരുന്നത്. കുമ്പസാരിക്കലൊക്കെ വളരെ അപൂർവം, ധ്യാനങ്ങളൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നൊരു കാലം. വളരെയധികം ആഗ്രഹിച്ചു. പല കാര്യങ്ങളും ചെയ്തു നോക്കി. ഓട്ടോറിക്ഷ ഏർപ്പാട് ചെയ്തു, കാർ വാങ്ങിച്ചു, എല്ലാം ഫെയിലിയറായി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ കുർബാനയില്ലാത്ത, കുമ്പസാരമില്ലാത്ത ഉടമ്പടി എന്ത്, അതും ഒരു വിഷമസ്ഥിതിയിലായിരുന്നു. ഈ ജോലിയും അതോടൊപ്പം തന്നെ പള്ളിയുടെ മധ്യത്തിൽ എന്ന് പറയാം, ലൈനിൽ എത്ര പള്ളികളാണെന്നറിയാവോ? ഒരു പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പള്ളിയുടെ കുർബാന സമയം, ഇല്ലെങ്കിൽ അടുത്ത പള്ളിയുടെ കുർബാന സമയം. ഒരു ദിവസം പോലും കുർബാന മുടങ്ങാത്ത വിധം പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും അത്ര സൗകര്യമായിട്ട് ഒരു പുതിയ വീട് ഒരു ബ്രോക്കറിന് പോലും ഒരു പൈസ പോലും കൊടുക്കാതെ മാതാവ് ഈ ഉടമ്പടി എടുത്തു പോയി. വിത്തിൻ 15 ഡേയ്സിൽ സാധിച്ചു തന്നു, ജോലിയും പള്ളിയും. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ഞാൻ 3-4 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് അവകാശമായി കിട്ടിയ 37 സെൻറ്റ് സ്ഥലം. അത് ആ നാട്ടുകാരുടെ വേസ്റ്റുകളുടെ ഒരു സംഭരണ സ്ഥലമായി മാറിയിരുന്നു. കണ്ടുകൊണ്ട് പോരും അത്ര തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അയൽവക്കത്തെ ആളുകൾ കംപ്ലൈൻ്റാണ്, പാമ്പാണ്, കാടാണ്, ഞങ്ങൾക്ക് ശല്യമാണ് എന്ന്. ആ പറമ്പ് ശരിയാക്കാൻ പറമ്പിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഇലക്ട്രിക് കമ്പയുടെ സ്റ്റേ വെയർ ക്രോസായി കിടക്കുന്നു.
ആളുകൾ ഞങ്ങളില്ലാത്ത കാരണം കൊണ്ട് പഞ്ചായത്തിൻ്റെ വാട്ടർ സപ്ലൈ വന്നപ്പോൾ ആ പൈപ്പ് അവരുടെ പറമ്പിലേക്കുള്ള പൈപ്പാണെങ്കിലും ഞങ്ങളുടെ വഴിക്ക് നേരെ ഇട്ടുകൊണ്ട് വളച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഒരു വണ്ടി കയറിയാൽ അവരുടെ പൈപ്പ് പൊട്ടും. സ്റ്റേ വയർ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ട്രൈ ചെയ്തു, അവിടെ വിട്ടു. ഇതെങ്ങനെ സാധിക്കും? ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വീട്ടിൽ ചെന്നു, ഞാൻ അനുജത്തിയോട് ചോദിച്ചു, ഈ മരങ്ങളൊക്കെ വെട്ടാൻ ഒരാളെ കിട്ടുമോ, എൻ്റെ പറമ്പൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന്. ഇത് പറഞ്ഞതും അവൾ ആളെ ഉണ്ട് എന്ന് പറയുകയും അവർ വന്ന് നോക്കുകയും അതേ മാസം തന്നെ എല്ലാ മരങ്ങളും വെട്ടി പറമ്പ് ലെവൽ ചെയ്ത് വേസ്റ്റുകളെല്ലാം മൂടി പഞ്ചായത്തിൻ്റെ പൈപ്പുകൾ മാറ്റി വയർ മാറ്റി എല്ലാം ചെയ്തു. ഇതെല്ലാം പെട്ടെന്ന് ഇന്ന് ഒരു സുന്ദരമായ ഒരു പറമ്പായിട്ട് അത് ഞാൻ വേറൊരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. ഇതും ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് എന്നാൽ സാധ്യമാകുന്നതായിരുന്നില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി 1-ാം വട്ടം പുതുക്കി പോയതിന് ശേഷമാണ്. എൻ്റെ മകളുടെ ജോലി തുടരണമെങ്കിൽ PhD മസ്റ്റ്. മാനേജ്മെൻറ്റ് 1 വർഷത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേറ്റ് കൊടുത്തു. അതിൽ രജിസ്റ്റർ ചെയ്യാൻ ടോപ്പിക്കും സെറ്റാകുന്നില്ല. ആ ഡേറ്റ് കഴിഞ്ഞു. 2ാമത്തെ ഡേറ്റ് കൊടുത്തു. അത് ഡെഡ് ലൈൻ. ഇനി അതിനു മുമ്പ് മെയ് 31, 2024 മുമ്പ് ആ ഡേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ടോപ്പിക്ക് സെറ്റാകുന്നില്ല. അവളുടെ ഗൈഡാണെങ്കിൽ അവളെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നുമില്ല. ടോപ്പിക്കും കിട്ടുന്നില്ല. ഡേറ്റ് ഡെഡ് ലൈൻ. ഫീസ് കെട്ടി 24,000 രൂപ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുത്തെ ഉപ്പ് പ്രാർത്ഥിച്ച് എന്നും കൊണ്ടുപോയി ഗൈഡിൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇടും. രാവിലെ തന്നെ വേഗം പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് കൊണ്ടിടും. എന്നും കൊണ്ടിടും. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഗൈഡിനോട് വിളിച്ച് ചോദിച്ചു, ഞാൻ വരട്ടെ സാർ ടോപ്പിക്കൊന്ന് സെറ്റ് ചെയ്യാൻ. സാർ പെട്ടെന്ന് പറഞ്ഞു, വാ. ആ നിമിഷം തന്നെ അതേ ഇരിപ്പിൽ ടോപ്പിക് സെറ്റ് ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇപ്പം തന്നെ പോയി സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ അടുത്ത് പോയി സ്റ്റാറ്റിസ്റ്റിക്സും ശരിയാക്ക്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖം വല്ലാണ്ടായിപ്പോയി. അപ്പം അവളോട് ചോദിച്ചു, നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോൾ അവൾക്ക് മുഖത്തിന് ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തോ അവൾ അവിടെയും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ അവർ അതും സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മെയ് 31 എന്ന ഡേറ്റ് മുമ്പ് മെയ് 30 അവൾക്ക് ആ PhD രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്കിത് ഞാനിങ്ങനെ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അവൾ. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഉറക്കം വരുന്നു. ഞാനിങ്ങനെ മയങ്ങിപ്പോയപ്പോൾ 25 ശേഷം എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ 25 ശേഷം എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് PhD വിഷയം 25 ശേഷം മാതാവ് സെറ്റാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ അല്പം സമയം കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ വന്നു. ടീച്ചറുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വീട് നല്ലപോലെ നോക്കുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം നല്ലപോലെ നോക്കുന്ന ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, ടീച്ചർ കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. എന്നാൽ ശരി കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 25 ശേഷം വീട് കാണാൻ വരുമെന്ന്. അപ്പം ഞാൻ ഓർത്തു, അതായിരിക്കുമോ 25 ശേഷം. അതും ഈ PhD രജിസ്റ്റർ സെറ്റ് ചെയ്യുന്ന 2 കാര്യവും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ പോവുകയും 3 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വരിക എന്ന് പറയുന്നത് ശരിക്കും എനിക്കതൊരു വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അത് മാതാവ് മനസ്സിലാക്കുകയും എനിക്കത് അത്രയും പെട്ടെന്ന് സാധിച്ചു തരികയും ചെയ്തു. പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇവൾ എൻ്റെ വളരെ ആത്മസുഹൃത്തും, ബോഡി 2 ആത്മാവ് 1 ഇവൾക്ക് പെട്ടെന്ന് ഇടത് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് കണ്ടു. അവൾ 2-3 ദിവസം എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ടീച്ചർക്ക് ഇനി വിഷമം വേണ്ടാന്ന് ഓർത്തു. പക്ഷേ അവൾക്ക് വിഷമം സഹിക്കാൻ പറ്റാതെ ടെൻഷൻ കയറി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ പറയാതിരുന്നത് ടീച്ചറും ആകെ ടെൻഷനിലുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് കരുതിയാണ്. എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒരു ഷോക്കായി. ഞാൻ ഉടനെ തന്നെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉള്ളൊരു പത്രം, ഇംഗ്ലീഷ് പത്രത്തിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ പത്രവും ഉപ്പും ഉടനടി അവൾക്ക് എത്തിച്ചു. ഉപ്പ് നീ കഴിക്കുക, പ്രാർത്ഥിക്കുക, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, മാതാവ് മാറ്റിത്തരും. അവൾ ഹിന്ദുവാണ്, കന്നഡയെ അറിയൂ, മലയാളം അവൾക്ക് അറിയില്ല. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ നിന്ന് പോയി 2-3 പ്രാവശ്യം തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമുക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് സർജൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ക്യാൻസർ ആകരുതേ,
ഒരു സർജറിയും വേണ്ട, ഒരു മെഡിസിനും വേണ്ട, അങ്ങനെ ഒരു സൗഖ്യം തരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. സർജൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്, മകളുടെ വിദ്യാഭ്യാസം കുഴപ്പത്തിലാവുമോ എന്ന് വിചാരിച്ച് മകളുടെ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ ധൈര്യം സംഭരിച്ച് പ്രാർത്ഥനയിൽ തൈലം പുരട്ടിയും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം മകളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം സർജൻ്റെ അടുത്ത് പോയി മാമോഗ്രാം ചെയ്തു. അതിൽ സ്വല്പം ഒരു വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് പിന്നെ FNAC, ബയോപ്സി എല്ലാം ചെയ്തു. റിസൾട്ട് വരുന്നവരെയും ടെൻഷനാണ് എന്തായിരിക്കുമെന്ന്. എന്നാലും മാതാവുണ്ട്, എപ്പോഴും ഞാൻ അവളോട് പറയും മാതാവുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് ഒന്നും വരുത്തേല എന്ന്. ഡോക്ടർ പറഞ്ഞു സർജറിയും വേണ്ട, മെഡിസിനും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന്. ഇതും ഞാൻ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ജീവിതം ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി സൗഖ്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാതാവിന് ഇതിനെല്ലാത്തിനും എൻ്റെ ജീവിതത്തെ സ്മൂത്തായി കൊണ്ടുപോകാൻ അനുഗ്രഹിച്ചതിന് ഞാനും എൻ്റെ മകളും, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി ക്യാൻസറായിട്ട്. അപ്പം ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ തുടരുകയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പേപ്പർ ഞാൻ വീട്ടിൽ പോയി നെക്സ്റ്റ് ദിനം തന്നെ പേപ്പർ ബണ്ടിലെടുത്തുകൊണ്ട് അങ്കമാലി മാർക്കറ്റ് റോഡിലൂടെ എല്ലാം പോയി നടന്ന് ഓരോരുത്തർക്കും കൊടുക്കുകയുണ്ടായി. അതിൽ യുക്തിവാദികളുണ്ട്, വേണ്ട എന്ന് പറയുന്നവരുണ്ട്, വാഗ്വാദങ്ങളുണ്ട്. ഇതിനെല്ലാം ബാധിക്കുന്നവർക്കെല്ലാം ഉത്തരം കൊടുത്തും മനസ്സിലാക്കി കൊടുത്തും ആ പേപ്പർ ഒരേ ദിവസം തന്നെ രാവിലെ പോയി ആ പേപ്പർ തീർത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. പിന്നെ രോഗികളുടെ വീട്ടിൽ പോയി പത്രം കൊടുത്ത് എണ്ണയൊക്കെ വെച്ച് കുരിശ് വരച്ചൊക്കെ അങ്ങനെയും ഒരു രോഗി സുഖപ്പെട്ടിട്ടുണ്ട്. തെളിവില്ലാത്ത കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്നും മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.